നമസ്കാരം. വിവാഹമൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പരിചയപ്പെടുന്ന ആൾക്കാരുമായിട്ട് ചിലപ്പോൾ നമുക്കൊരു അടുപ്പം തോന്നാം. ചിലപ്പോൾ അതൊരു വേറൊരു ബന്ധത്തിലേക്ക് പോകാം. പലപ്പോഴും അത്തരം ബന്ധങ്ങൾ വലിയ കുരുക്കിലേക്ക് പോകും. അതൊരു സംഭവമാണ് ഞാനീ പറയുന്നത്. കവി എ അയ്യപ്പൻ പാടിയൊരു പാട്ടുണ്ട്. രണ്ടു പേരിൽ ഒരാളുടെ ഭ്രാന്ത് കുറയുമ്പോൾ പ്രണയം അവസാനിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥയിൽ വളരെ വാസ്തവമാണ്. രണ്ട് വ്യക്തികൾ, അവർ രണ്ടുപേരും വിവാഹം കഴിച്ച ആൾക്കാരാണ്, ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, അവർ തമ്മിൽ ഭയങ്കര സൗഹൃദമാണ്. സ്നേഹമെന്നല്ല, സൗഹൃദമാണ്. അപ്പോൾ നാട്ടുകാരും കൂടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും പറയുന്നുണ്ട് ഇവർക്കിടയിൽ മറ്റൊരു ബന്ധമുണ്ടെന്ന് പറയുന്നെങ്കിലും അവർ അതിനെ പൂർണ്ണമായും നിഷേധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവർ തമ്മിൽ ഒരുമിച്ചാണ് ആ ഓഫീസിലേക്ക് പോകുന്നത്, തിരിച്ചു പോകുന്നത്, പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിന് പോകുന്ന ഒരുമിച്ചാണ്. ഏറ്റവും വലിയ വിറ്റ് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹബന്ധമാണ്. ഇവർ ഒരുമിച്ചാണ് പിന്നെ എവിടെയെങ്കിലും പിക്നിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അവധിയൊക്കെ കിട്ടിയാൽ വലിയ ഏതിലൊക്കെ ടൂറൊക്കെ ഇവർ ഒരുമിച്ചൊക്കെ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യന് ഒരു സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അയാൾക്ക് നിലവിലൊരു ലോൺ ഉള്ളത് കാരണം അയാൾക്ക് വീണ്ടും ഒരു ലോൺ എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ സ്ത്രീ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിനോട് പറഞ്ഞിട്ട് അവരുടെ വീട് നിന്ന സ്ഥലം ബാങ്കിൽ ലോൺ വെച്ചിട്ട് ഇയാൾക്ക് ആവശ്യമുള്ള പൈസ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൊടുത്തു. അപ്പം നോർമലി EMI കാര്യങ്ങളൊക്കെ മറ്റേ മനുഷ്യനെ അടച്ചാൽ മതി. അതുപോലെ അയാളുടെ ലോൺ തീരുമ്പോൾ പുതിയൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വീടും ബസ്സൊക്കെ ഇങ്ങനെ തിരിച്ചെടുക്കാനും പറ്റും. എന്നാൽ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അയാളുടെ ലോൺ തീർന്നിട്ട് പോലും പുതിയ ലോൺ എടുക്കുകയോ ഇവരുടെ വീട് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തില്ല ബാങ്കിൽ നിന്ന്. അപ്പം മാത്രവുമല്ല ചില EMIകൾ മുടക്കാനും തുടങ്ങി. അപ്പോൾ ഇവർക്ക് തമ്മിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ക്ലാഷസ്, അതായത് ആ സ്ത്രീയുടെ ഭർത്താവും ഇയാളും തമ്മിൽ ചെറിയ ക്ലാഷസ് ഉണ്ടായി. അപ്പം അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഓക്കെ, എന്നാൽ ആ സ്ത്രീയുടെ ഭർത്താവ് വിചാരിച്ചൊരു കാര്യം ചെയ്യാം, വീട്ടിലിരിക്കുന്ന സ്വർണ്ണം എടുത്തെടുത്ത് പണയം വെച്ചിട്ട് തൽക്കാലം ആ അടവുകൾ അങ്ങ് അടച്ച് പോയാൽ ഈ ബാങ്കിൽ നിന്നുള്ള ജപ്തി മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ സ്വർണ്ണം എടുക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി ഈ മറ്റേ മനുഷ്യന് പലപ്പോഴായിട്ട് ഈ സ്ത്രീയുടെ ഇങ്ങനെ പല രീതിയിൽ പല കാരണങ്ങൾ പറഞ്ഞ് സ്വർണ്ണങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നായിരുന്നു. ഈ ഭർത്താവ് അറിയാതെ ഈ സ്ത്രീ സ്വർണ്ണം കൊടുക്കുകയും ചെയ്തു. ഇത് അറിഞ്ഞ് കലി കൊണ്ട് അയാൾ ആ സ്ത്രീയെ ശരിക്കും തല്ലി. തല്ലിയപ്പോൾ എന്താ കഴിഞ്ഞാൽ, ഈ തല്ലൊന്നും എനിക്ക് കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ലടോ, താനില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമല്ലോടോ എന്ന് പറഞ്ഞ് അത്രയും നാളും സുഹൃത്താന്ന് പറഞ്ഞിരുന്ന ആ മനുഷ്യൻ്റെ കൂടെ ഞാൻ ജീവിച്ചോളാൻ വേണ്ടി അവരെ വീട് വിട്ടങ്ങ് ഇറങ്ങിപ്പോയി. ഇവർ നേരെ മറ്റേ അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവർ പറഞ്ഞു ഈ വീടിൻ്റെ പടി ചവിട്ടിയേക്കെന്ന് പറഞ്ഞു. അപ്പം ഈ മനുഷ്യനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ അയാൾ കാമുനായ മനുഷ്യൻ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചാലും അയാളൊന്നും മിണ്ടിയില്ല, മൗനമായിട്ടിരുന്നു. ശരിക്കും അയാൾ എത്രയാണ് ചതിക്കുകയാണെന്നുള്ള കാര്യം ഈ സ്ത്രീക്ക് മനസ്സിലായി. അപ്പോൾ ആ സ്ത്രീ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. താൻ ഇത്ര നാൾ എന്നെ കൊണ്ടു കിടന്ന് ഉപയോഗിച്ചല്ലേടോ, അപ്പോൾ താൻ മനഃപൂർവ്വം എന്നെ പറ്റിക്കുമായിരുന്നല്ലോ, അങ്ങനെ ഭയങ്കര ബഹളം നാട്ടുകാരൊക്കെ അറിഞ്ഞു, വീട്ടുകാരൊക്കെ അറിഞ്ഞു. എനിവേ ഈ സ്ത്രീ ഇപ്പം എന്ത് വേണമെന്ന് അറിയാൻ പോയിരിക്കുകയാണ്. അവരുടെ വീട് നോർമലി ജപ്തി ചെയ്ത് അങ്ങ് പോവുകയും ചെയ്തു. ഭർത്താവ്